അടുത്തത് ഭഗവത്ഗീതയിലെ 19-ാമത്തെ ശ്ലോകമാണ്. 1-ാമത്തെ അധ്യായത്തിൽ സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. തുമുലഹ ഹി ഏകോപിച്ചു തന്നെയുള്ള എങ്ങും നിറഞ്ഞതായ സഹ ഘോഷ ആഘോഷം നഭഃ ച ആകാശത്തെയും പൃഥിവീം ച ഏവ ഭൂമിയെയും അനുനാദയൻ മാറ്റൊലി കൊള്ളിച്ചിട്ട് ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങളെ വ്യദാരയത് പിളർന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്, ധൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള കൗരവരുടെ ഹൃദയത്തെ പിളരുകയാണ്. എന്ത്? പാണ്ഡവപക്ഷത്തു നിന്നുള്ള ആ ശംഖനാദം, ചെണ്ട, മദ്ദളം തുടങ്ങിയിട്ടുള്ള എല്ലാം ഘോഷമായി അവയുടെ ശബ്ദങ്ങളിങ്ങനെ അലയടിക്കുമ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളുടെ ഹൃദയം ഇങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് കേട്ട് പേടിക്കുകയാണ് എന്നാണ് സഞ്ജയൻ പറയുന്നത്. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലിക്കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. ഇനി 20-ാമത്തെ ശ്ലോകം. അഥവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശാസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തഥാ വാക്യമിദമാഹ മഹീപതേ എന്നിങ്ങനെ. മഹീപതേ രാജാവേ, അഥ അനന്തരം, പിന്നെ ശാസ്ത്രസമ്പാദേ അമ്പെയ്യുവാൻ പ്രവൃത്തെ ആരംഭിച്ചപ്പോൾ കപിധ്വജ ഹനുമാൻ കൊടിയടയാളമുള്ള പാണ്ഡവഃ പാണ്ഡുപുത്രൻ അർജുനൻ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിലയുറപ്പിച്ച ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രരെ ദൃഷ്ട്വാ കണ്ടിട്ട് ധനുഹു വില്ല് ഉദ്യമ എടുത്ത് തഥാ അപ്പോൾ ഹൃഷീകേശം കൃഷ്ണനോട് ഇദം വാക്യം ഈ വാക്ക് ആഹ പറഞ്ഞു. അപ്പോൾ ഹനുമാനാണ് പാണ്ഡവരുടെ കൊടിയുടെ അടയാളം. എന്താണ്? ഹനുമാനാണ്. അപ്പം അങ്ങനെയുള്ള പാണ്ഡവരിലെ അർജുനൻ എന്താണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാരെയൊക്കെ കണ്ടിട്ട് വില്ലെടുത്തിട്ട് കൃഷ്ണനോടിങ്ങനെ പറഞ്ഞു, അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അർജുനൻ എന്താണ് ഇനി കൃഷ്ണനോട് പറയുന്നത് എന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അർജുന ഉവാച അർജുനൻ പറഞ്ഞു, അച്യുത അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധാരംഭത്തിൽ മയാ എന്നാൽ കൈസഹ ആരോടുകൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. താൻ അവരെയും യോദ്ധുകാമാൻ യുദ്ധമിച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാൻ ഇവരെയും ഈ ജനങ്ങളെയും അഹം ഞാൻ യാവത് നിരീക്ഷേ നോക്കിക്കാണുന്നതുവരെ ഉഭയോഹോ സേനയോഹോ രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ മേരഥം എൻ്റെ തേര് സ്ഥാപയ നിർത്തുക. ഹേ അച്യുത. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറയാണ്, ഞാൻ ആരോട് കൂടിയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ഞാൻ കാണട്ടെ. രണ്ട് സൈന്യത്തിൻ്റെയും നടുക്കിൽ കൊണ്ടുപോയിട്ട് എൻ്റെ തേര് നിർത്തൂ എന്നാണ് പറയുന്നത്. ഹേ അച്യുത, അഥവാ വീഴ്ച പറ്റാത്തവനെ, ച്യുതി പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി ശ്ലോകം 23. യോത്സ്യമാനാനവേക്ഷേഹം
യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയചികീർഷവഃ. യേ ഏതേ യാതൊരു ജനങ്ങൾ ദുർബുദ്ധേഹേ ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രൻ്റെ യുദ്ധേ യുദ്ധത്തിൽ പ്രിയചികീർഷവഃ പ്രിയമിച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗതാഃ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അവരെ അഹം ഞാൻ അവേക്ഷേ കാണട്ടെ. അതായത് ദുര്യോധനൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ദുര്യോധനൻ്റെ പ്രിയത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആരാണ് ദുര്യോധന പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നത് അവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് അർജുനൻ കൃഷ്ണനോട് പറയാണ്. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ എന്നാണ് പറയുന്നത്. ഇനി 24-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച. സഞ്ജയൻ പറയുന്നു, ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു, ഭാരതവംശജ ഏവം ഇപ്രകാരം ഗുഡാകേശേന അർജുനനാൽ ഉക്തഃ പറയപ്പെട്ട ഹൃഷീകേശഃ കൃഷ്ണഭഗവാൻ ഉഭയോഹോ സേനയോഹോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേര് സ്ഥാപിച്ചിട്ട്. സഞ്ജയൻ പറയാണ്, അങ്ങനെ അർജുനൻ പറഞ്ഞതുപോലെ കൃഷ്ണൻ രണ്ട് സേനകളുടെയും നടുക്കിൽ അവരുടെ രഥത്തെ കൊണ്ടു നിർത്തി. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനൻ്റെ വാക്കുകേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്ക് നടുവിൽ കൊണ്ടു നിർത്തി. ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗുഡാകം എന്നാൽ നിദ്ര എന്നർത്ഥം. അപ്പം നിദ്രയെ ജയിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ഗുഡാകേശൻ എന്ന് പറയുന്നത്. നിദ്ര എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനത്തെ ജയിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ഗുഡാകേശൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 25-ാമത്തെ ശ്ലോകമാണ്. ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിതി. ഭീഷ്മദ്രോണപ്രമുഖതഃ പ്രമുഖരായ ഭീഷ്മദ്രോണാദികളുടെയും സർവേഷാം എല്ലാ മഹീക്ഷിതാം രാജാക്കന്മാരുടെയും മുമ്പിലായി പാർത്ഥ അല്ലയോ അർജുന സമവേതാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഏതാൻ ഈ കുരൂൻ കൗരവന്മാരെ പശ്യ കണ്ടാലും ഇതി ഉവാച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ഭീഷ്മദ്രോണാദി അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയാണ്, ഇവിടെ വന്നിട്ടുള്ള വംശജരായിട്ടുള്ള ആളുകളെയൊക്കെ നോക്കൂ. ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്? അർജുനൻ്റെ തൻ്റെ പിതാമഹനായിട്ടുള്ള ഭീഷ്മരുടെയും അർജുനൻ്റെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണരുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ആരൊക്കെയാണ് വംശജരായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് നോക്കൂ. കുരുവംശത്തിൻ്റെ അതായത് ദുര്യോധനൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കൂ എന്ന് പറയാണ്. ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ എന്ന്. 26-ാമത്തെ ശ്ലോകമാണ്. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. അപ്പോൾ ആരെയാണ് ഇനി അർജുനൻ ഇവിടെ കാണുന്നത് എന്ന് പറയാണ്. അഥ പിന്നെ പാർത്ഥ അർജുനൻ തത്ര അവിടെ ഉഭയോഹോ സേനയോഹോ അപി രണ്ട് സൈന്യങ്ങളിലും സ്ഥിതാൻ നിൽക്കുന്ന പിതൃൻ പിതാക്കളെയും പിതാമഹൻ പിതാമഹരെയും ആചാര്യാൻ ഗുരുക്കന്മാരെയും മാതുലാൻ അമ്മാവന്മാരെയും ഭ്രാതൃൻ സഹോദരങ്ങളെയും പുത്രൻ പുത്രന്മാരെയും പൗത്രാൻ പൗത്രന്മാരെയും സഖീൻ സ്നേഹിതരെയും
അഥ തഥാ അപ്രകാരം തന്നെ ശ്വശുരന്മാരെയും സുഹൃദഹ സുഹൃത്തുക്കളെയും അപശ്യത്. അപ്പോൾ രണ്ട് പക്ഷങ്ങളിലും ആരാണ് നിൽക്കുന്നത്? തൻ്റെ തന്നെ ബന്ധുക്കൾ തന്നെയാണ്. തൻ്റെ ഗുരുനാഥന്മാരുണ്ട്, തൻ്റെ പിതാമഹന്മാരുണ്ട്, തൻ്റെ അമ്മാവന്മാരുണ്ട്, തൻ്റെ പുത്രന്മാർ പൗത്രന്മാർ, ഇവരൊക്കെ തന്നെയാണ് രണ്ട് പക്ഷത്തും അർജുനൻ കാണുന്നത് എന്ന് പറയാണ്. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു.